നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്ന മൈലേജ് കൃത്യമാണോ? അതായത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് കൃത്യമാണോ എന്നുള്ളൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് സൈലക്സ് 384 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ക്ലസ്റ്റർ മീറ്റർ കാണിക്കുന്ന ഡിജിറ്റൽ മൈലേജ് കറക്റ്റ് ആണോ? 17 എൻ്റെ വണ്ടിക്ക് കാണിക്കുന്നത്, ബട്ട് അത്രയും ഒന്നും കിട്ടുന്നില്ല. 10-11 ഒക്കെ ഉള്ളൂ. ടാറ്റ പഞ്ചാണ് വണ്ടി. ഓക്കെ, ശരി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത് ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ആവറേജ് മാത്രമാണ് അതിൽ കാണിക്കുന്നത്. കൃത്യമാണെന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് ഇത് സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ, അതായത് ഇടയ്ക്ക് വേരി ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ 15 എന്ന് പറയുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ 16 എന്ന് പറയുന്ന നമ്പറിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യുക. അതായത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ആവും. പിന്നെയും ഒന്നുകൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓരോ ദിവസത്തെ മൈലേജ് അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ഫ്യൂൽ എഫിഷ്യൻസി വളരെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മൈലേജ്, അതായത് നമ്മുടെ വാഹനത്തിൽ കിട്ടുന്ന എക്സാക്റ്റ് മൈലേജ് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് നോക്കുക. ഫുൾ ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്ക് ലെവൽ വരെ നിങ്ങൾ ഫില്ല് ചെയ്യണം. നെക്ക് ലെവൽ വരെ ഫില്ല് ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഫുൾ നെക്ക് ലെവൽ, അതായത് ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ക്യാപ്പിൻ്റെ ലെവൽ വരെ ഫ്യൂൽ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ഓടിക്കുക, 50 അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്ററെങ്കിലും ഓടിക്കുക. പിന്നെയും നമ്മൾ ആ ഫില്ല് ചെയ്തിരിക്കുന്ന ആ ലെവൽ വരെ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി, അതായത് രണ്ടാമത് നമ്മൾ അടിക്കുന്ന ഫ്യൂൽ എത്രയാണോ അത് നമ്മൾ ഓടിയ 30 കിലോമീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യം കണക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതാണ് ഏറ്റവും ഉത്തമമായുള്ള പ്രൊവിഷൻ. കാരണം വേറെ ഏത് രീതിയെ കഴിഞ്ഞും ആപ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് അറിയാൻ സാധിക്കും. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്ന ഒരു ആവറേജ് ആണ്. അതായത് നിങ്ങളിപ്പോൾ സിറ്റി കൂടെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ അതിൽ കാണിക്കുന്നത്. എന്നാൽ ഹൈവേസിൽ പോവുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാണിക്കും. പക്ഷേ ഹൈവേ പോയതിനു ശേഷം ഒരു സിറ്റിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ സെയിം മൈലേജ് അല്ലായിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൽ കാണിക്കുന്ന ഒരു ആവറേജ് മാത്രമാണ്. കൃത്യം അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കുന്നതാണ്.